ഇതാ ഈ സെറ്റ്സ് കണ്ടോ, നല്ല ഭംഗിയുള്ള ലിനൻ ഫാബ്രിക്കിൽ ത്രെഡ് വർക്ക് വന്നിട്ടുള്ള സെറ്റ്സ് അല്ല, ടോപ്പിൻ്റെ ഫാബ്രിക് മാത്രമാണ്. ഞാൻ ഈ ഡ്രസ്സ് ഇടുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ ഇത് എനിക്ക് സെറ്റായിട്ടായിരുന്നു വന്നിരുന്നത്, ടോപ്പ് ബോട്ടം ദുപ്പട്ടയായിട്ടായിരുന്നു. അപ്പോൾ അത് എക്സ്പെൻസീവ് ആയിരുന്നു. ഇതിപ്പോൾ കുറച്ചുകൂടി റേഞ്ച് കുറഞ്ഞു, പക്ഷേ പ്രീമിയം ആയിട്ടുള്ള സെറ്റാണ്. 2300 റേഞ്ചിൽ ടോപ്പ് മാത്രം. ഇതിൻ്റെ കളേഴ്സും നോക്ക്, കളേഴ്സും അതിൻ്റെ ഒരു ഭംഗി നോക്ക്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. ലിനൻ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. യെല്ലോ, ബ്ലൂ, പിങ്ക്, കുറച്ചുകൂടി ഡാർക്കർ ടോണിലുള്ള കളറ്, പിങ്കിൻ്റെ തന്നെ ഒരു ഡിസൈൻ ഡിഫറൻസ് ആയിട്ടുള്ളത്, പിന്നെ ഈ ഒരു കളറും. നല്ല രസമുള്ള കളർ കോമ്പിനേഷൻസാണ്. ബുക്കിങ്സ് സൈറ്റ് ചെയ്യുക, ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ ബുക്ക് ചെയ്യുക. കുറേ ദിവസം മുമ്പ് നമ്മളിത് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്ത് വന്നിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, എലഗൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു റോസ് ഗോൾഡ് ബോട്ടം ഇല്ലേ നമ്മുടെ സ്ട്രെയിറ്റ് പാൻറ്റ്, അത് നന്നായിട്ട് മാച്ച് ആവും. ആ സെയിം കളറിലുള്ള ഒരു ബോട്ടമാണ് ഞാനിപ്പോൾ പെയർ ചെയ്തേക്കുന്നത്. അതിൻ്റെ ലിങ്കും കൂടി സൈറ്റിൽ അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് വിത്തൗട്ട് ദുപ്പട്ട വേണമെങ്കിൽ കുർത്തി സ്റ്റൈലിൽ ബുക്ക് ഇടാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള എലഗൻ്റ് ആയിട്ടുള്ള പാറ്റേൺസാണ്. സൈറ്റ് ബുക്ക് ചെയ്യുക. www.glitzindia.in ആണ് സൈറ്റ് ID. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റിലെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് യെല്ലോ. ഇന്ന് നല്ലപോലെ ഫാബ്രിക്കും വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തിലും വിഡ്ത്തിലും ഫാബ്രിക്കും വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് നന്നായിട്ട് ലെങ്ത്തിലൊക്കെ തയ്ച്ചെടുക്കാവുന്ന രീതിയിലാണ്. വർക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. വർക്ക് കണ്ടോ, നല്ല രസമുള്ള വർക്ക്. ഇവിടെ ഇങ്ങനെ ബോർഡേഴ്സ്, സിൽവർ ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ലൈനിങ് ഇട്ട് 2x1 ലൈനിങ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. സ്ലീവ്സിന് ലൈനിങ് ഇടുക. നല്ല എല്ലായിടത്തും ലൈനിങ് ഇട്ട് തന്നെ ഒത്തിരി ടൈറ്റ് ഫിറ്റിൽ ചെയ്യാതെ ചെറിയൊരു ലൂസ് ഇട്ടിട്ട് ചെയ്യുക. നല്ല കംഫർട്ടബിളാണ്. ഡ്രൈ വാഷ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതായിട്ട്, കാരണം അത്രയും പ്യുവർ ഫോം ആയതുകൊണ്ട് നന്നായിട്ട് കെയർ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ലാസ്റ്റ്. ഈ ഡ്രസ്സ് ഞാൻ ഒത്തിരി തവണ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഒത്തിരി പ്രോഗ്രാംസിലൊക്കെ ഞാനിത് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഫാബ്രിക്കുമാണ്, നല്ല കംഫർട്ടബിളുമാണ്. നെക്സ്റ്റ് വൺ പിങ്ക് ആണ് കേട്ടോ. ഇതാ ഇതിൽ 3 മീറ്റേഴ്സ് ഫാബ്രിക് വെച്ചിട്ടുണ്ട്. അത് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് 46 48 ഒക്കെ ഉള്ളവർക്ക് നന്നായിട്ട് സ്ലീവ്സൊക്കെ വെച്ചിട്ട് തയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത്തവണ കിട്ടിയില്ലെങ്കിലും റീസ്റ്റോക്ക് പറയുക, അല്ലെങ്കിൽ നമുക്ക് പ്രീ ബുക്കിംഗ് ആയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. കമൻറ്റിൽ പറഞ്ഞാൽ മതി. പിങ്ക് നല്ല ഭംഗിയുണ്ട്. നെക്സ്റ്റ് വൺ എല്ലാ കളേഴ്സും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇതാ ബ്ലൂ ആണ്. ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് വർക്ക്, ഹാൻഡ് വർക്കാണ്. തിക്കായിട്ടുള്ള ഒരു കാശ്മീരി വർക്കിൻ്റെ പാറ്റേണിൽ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ. 2300 റേഞ്ച്. ആൻഡ് നെക്സ്റ്റ് കളർ നോക്ക്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ. എല്ലാം നല്ല ക്യൂട്ട് കളർ കോമ്പിനേഷനാണ്. സറ്റിലാണ്, എലഗൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസാണ്. ലിനൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇതാ നല്ല സിൽവർ ബോർഡേഴ്സും കൂടി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ലീവ്സിലേക്ക് വേണമെങ്കിൽ ഇതെടുത്ത് വെക്കാം, അല്ല നിങ്ങൾക്ക് അല്ലാതെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. പിങ്കിൻ്റെ ഇതിൻ്റെ കൂടെ ഒക്കെ ആ ഒരു ബോട്ടം പെയറായി പോകട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ബുക്ക് ഈ ഗ്രീൻ, ലൈറ്റ് ഗ്രീനോ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഈ ഒരു കളറില്ലേ, ഈ 2 ഗ്രീനും, ഒലിവ് ഗ്രീനും ലൈറ്റ് ഗ്രീനും ഒക്കെ മാച്ചായി പോകും. അതിൻ്റെ ലെഗിൻസ് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം. ആങ്കിൾ ലെങ്ത് ലെഗിൻസ് കൂടി ആഡ് ചെയ്തേക്കാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. സ്ട്രെയിറ്റ് പാൻറ്റ് ഇടുന്നവർക്ക് സ്ട്രെയിറ്റ് പാൻറ്റ് പെയർ ചെയ്താലും നല്ലതായിരിക്കും. ലാസ്റ്റ് വൺ വരുന്നത് ഇതാ ഈ ഒരു കളർ, ഒരു റെയർ എലഗൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതാ ഇതുപോലാണ് വർക്ക് പാറ്റേൺ വരുന്നത്. എല്ലാം 2300 ആണ് റേഞ്ച്. ആക്ച്വലി ഞാൻ ഇതിൻ്റെ 5 കളേഴ്സാണ് കാണിച്ചത്. അതിൽ 6 കളേഴ്സ് വന്നിട്ടുണ്ട്, പിങ്കും കൂടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഡിഫറെൻറ്റ് ഡിസൈൻസിൽ വന്നിട്ടുണ്ട്. അത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, ആ ഒരു 2 ഡിഫറെൻറ്റ് ഡിസൈൻസ് ഉണ്ടെന്ന്. അപ്പോൾ അതും കൂടി ഓപ്പൺ ചെയ്ത് കാണിച്ചേക്കാം. സെയിം കളർ കോമ്പിനേഷൻ തന്നെ 2 ഡിസൈൻ ഉണ്ട്. അതായത് ഒരെണ്ണത്തിൽ ഇങ്ങനെ താഴത്തേക്ക് വർക്ക് ഉണ്ടാവും, ഒരെണ്ണം ഇവിടം വരെ വർക്കും. അപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിച്ച കളറിൻ്റെ രണ്ടാമത്തെ ഡിസൈനാണ് ഇത് വരുന്നത്. കണ്ട ഇങ്ങനെ നല്ല ഭംഗിയാണ്. എല്ലാം നല്ല രസമാണ് കേട്ടോ. എല്ലാ വർക്കും ബ്യൂട്ടിഫുള്ളാണ്. 2 ഡിഫറെൻറ്റ് പാറ്റേൺസ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ചെയ്യിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇതാണ് നെക്സ്റ്റ് വൺ, ഒരു പീച്ചിഷ് പിങ്ക് ഷെയ്ഡ്. ഈ ഷെയ്ഡ് ഞാൻ കാണിച്ചില്ല എന്ന് തോന്നുന്നു ആദ്യമേ. അപ്പോൾ ഇത് ഒരു ഡിസൈൻ, നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ. ആൻഡ് നെക്സ്റ്റ് വൺ ഇത് ബ്ലൂവിൻ്റെ 2 ഡിസൈനുണ്ട്. അതിൽ ഒരെണ്ണം ഈ ഒരു ഡിസൈനും പിന്നെ ഒരെണ്ണം വരുന്നത് യോക്ക് വരെ. യെല്ലോ ഫസ്റ്റ് കാണിച്ച യെല്ലോയുടെ വേറൊരു ഡിസൈനാണ് ഇത് കേട്ടോ. 2 ഡിഫറെൻറ്റ് ഡിസൈൻസ് വന്നിട്ടുണ്ട്. 2 ഭംഗിയാണ്, നല്ല രസമാണ് കാണാൻ. ക്ലാസി ആയിട്ടുള്ള സെറ്റ്സാണ്. ഇത് പിങ്കിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഡിസൈൻ. 2 ഡിഫറെൻറ്റ് ഡിസൈൻസ് ആണ്. ഇതിനകത്തേക്കൊക്കെ ചെറിയ ചെറിയ ബോട്ടി ഡിസൈനാണ്. നന്നായിട്ട് കെയർ ചെയ്ത് നല്ല ലൈനിങ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഒത്തിരി ടൈറ്റ് ഫിറ്റിൽ ദയവ് ചെയ്ത് തയ്ക്കാതിരിക്കുക കേട്ടോ. പ്യുവർ ഫോമിലുള്ള ഫാബ്രിക്സ് ഒക്കെ എപ്പോഴും ഡ്രൈ വാഷ് ചെയ്യുക, കെയർ ചെയ്യുക, നല്ല ലൈനിങ് യൂസ് ചെയ്യുക. സ്ലീവ്സിന് ലൈനിങ് യൂസ് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇങ്ങനെ വരിക കഴിഞ്ഞു.
അപ്പോൾ ഇതാണ് 2 ഡിഫറെൻറ്റ് പാറ്റേൺ 6 കളേഴ്സുമാണ് കേട്ടോ. ബുക്കിംഗ്സ് സൈറ്റ് ത്രൂ ചെയ്യുക. www.glitzindia.com ആണ് സൈറ്റ് ഐ ഡി. നിങ്ങൾക്ക് ഇത്തവണ കിട്ടിയില്ലെങ്കിൽ റീസ്റ്റോക്ക് കമൻറ്റിൽ പറയുക, നമുക്ക് നോക്കിയിട്ട് റീസ്റ്റോക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ പറയുക, നമ്മൾ നേരത്തെ ചെയ്യിപ്പിച്ചെടുക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അവർ വീഡിയോ. നമ്മുടെ സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ത്രൂ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാകും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ, ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.